മിഡിൽ ഈസ്റ്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ലോകത്തിൻ്റെ മനസ്സിൽ തെളിയുന്നത് എണ്ണപ്പാടങ്ങളും മണൽക്കാറ്റുകളും അതിലുപരി അവസാനിക്കാത്ത യുദ്ധങ്ങളുമാണ്. വർഷങ്ങളായി ശാന്തമെന്ന് കരുതിയ ഒരു പഴയ അഗ്നിപർവ്വതം വീണ്ടും പുകഞ്ഞു തുടങ്ങുന്നു എന്നതാണ് പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. 1990കളിൽ ലോകത്തെ വിറപ്പിച്ച ഗൾഫ് യുദ്ധത്തിൻ്റെ കൈപ്പേറിയ ഓർമ്മകൾ ബാക്കി നിൽക്കെ സമുദ്ര അതിർത്തിയെ ചൊല്ലി ഇറാഖും കുവൈറ്റും തമ്മിലുള്ള തർക്കം പുതിയൊരു യുദ്ധഭീഷണിയിലേക്ക് വളരുകയാണ്. വെറുമൊരു അതിർത്തി തർക്കത്തിനപ്പുറം രണ്ട് രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിനും പരമാധികാരത്തിനും അന്താരാഷ്ട്ര നയതന്ത്രവുമെല്ലാം ഈ വിഷയത്തിൽ കെട്ടുപിടഞ്ഞു കിടക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ വിഷയം മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ചതുരംഗത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ള ഒന്നാണ്. ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാതെ ഇറാഖും കുവൈറ്റും തമ്മിലുള്ള സംഘർഷത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. 1990 ഓഗസ്റ്റ് 2 സദാം ഹുസൈൻ്റെ നേതൃത്വത്തിലുള്ള ഇറാഖ് സൈന്യം മിന്നൽ വേഗത്തിൽ കുവൈറ്റിനെ ആക്രമിച്ച് കീഴടക്കിയത് ലോക ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിലൊന്നാണ്. കുവൈറ്റിൻ്റെ എണ്ണ സമ്പത്ത് പിടിച്ചെടുക്കുക, ഇറാഖിനുണ്ടായിരുന്ന ഭീമമായ കടബാധ്യതകൾ ഇല്ലാതാക്കുക, പേർഷ്യൻ ഗൾഫിൽ കൂടുതൽ സ്വാധീനമുറപ്പിക്കുക എന്നിവയായിരുന്നു സദാമിൻ്റെ ലക്ഷ്യങ്ങൾ. എന്നാൽ ഈ അധിനിവേശം ഇറാഖിന് വലിയ തിരിച്ചടിയാണ് നൽകിയത്. ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയോടെ അമേരിക്കയുടെ നേതൃത്വത്തിൽ 34 രാജ്യങ്ങൾ ഒന്നിച്ചണിനിരന്ന ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം ഇറാഖിനെ കുവൈറ്റിൽ നിന്നും തുരത്തി. ഈ യുദ്ധം അവസാനിച്ചെങ്കിലും അന്നു മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണിരുന്നു. ആ പഴയ മുറിവുകൾ ഒരിക്കൽ കൂടി തുറക്കപ്പെടുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ ഇറാഖ് ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പുതിയ സമുദ്ര ഭൂപടമാണ് നിലവിലെ സംഘർഷത്തിന് തിരികൊളുത്തിയത്. പെർഷ്യൻ ഗൾഫിലെ തങ്ങളുടെ സമുദ്രാതിർത്തികൾ പുനർനിർവചിച്ചുകൊണ്ട് ഇറാഖ് തയ്യാറാക്കിയ ഈ ഭൂപടം കുവൈറ്റിൻ്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് കുവൈറ്റ് ആരോപിക്കുന്നു. ഫിഷ്ത് അൽ ഖൈദ്, ഫിഷ്ത് അൽ ഐസ് എന്നീ ആഴം കുറഞ്ഞ ഭാഗങ്ങളും ചില ചെറിയ ദ്വീപുകളും ഇറാഖിൻ്റെ ഭൂപടത്തിൽ തങ്ങളുടേതായി ചിത്രീകരിച്ചിരിക്കുന്നു എന്നതാണ് കുവൈറ്റിൻ്റെ വാദം. കടൽ മാത്രമുള്ള ഈ പ്രദേശങ്ങൾ കേവലം കിലോമീറ്ററുകളുടെ വ്യത്യാസത്തിലാണെങ്കിലും സമുദ്രത്തിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിനും എണ്ണ പരിവേഷണത്തിനും ഇവ നിർണായകമാണ്. കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രദേശങ്ങൾ ചരിത്രപരമായി തങ്ങളുടേതാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറല്ല. ഇറാഖും കുവൈറ്റും പങ്കിടുന്ന പെർഷ്യൻ ഗൾഫിലെ ഇടുങ്ങിയ ജലപാതയാണ് ഖോർ അബ്ദുള്ള. ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം കടലിലേക്കുള്ള അവരുടെ ഏക കവാടമാണ് ഇത്. 2012 ഈ ജലപാതയുടെ നിയന്ത്രണം സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ഒരു ചരിത്രപരമായ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ 2023 ഇറാഖിലെ സുപ്രീം കോടതി ഈ കരാർ റദ്ദാക്കിയത് സ്ഥിതിഗതികൾ വഷളാക്കി. കരാർ ഇറാഖിൻ്റെ പരമാധികാരത്തെ ലംഘിക്കുന്നുവെന്നും പാർലമെന്ററി നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഇത് അംഗീകരിച്ചതെന്നുമായിരുന്നു ഇറാഖി എംപിമാരുടെ വാദം. കോടതി കരാർ റദ്ദാക്കിയതോടെ കുവൈറ്റ് വലിയ ആശങ്കയിലായി. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു നയതന്ത്ര കരാർ ഏകപക്ഷീയമായി റദ്ദാക്കുന്നത് മേഖലയിലെ സമാധാനത്തിന് വിരുദ്ധമാണെന്ന് അവർ വാദിക്കുന്നു. തങ്ങളുടെ സമുദ്രാവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇറാഖ് അന്താരാഷ്ട്ര നിയമങ്ങളെ വളച്ചൊടിക്കുകയാണെന്ന് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം ആരോപിക്കുന്നു. ഇറാഖും കുവൈറ്റും തമ്മിലുള്ള ഈ തർക്കം കേവലം രണ്ട് രാജ്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നത് ഒന്നല്ല. ഗൾഫ് സഹകരണ കൗൺസിലിലെ മറ്റംഗരാജ്യങ്ങൾ കുവൈറ്റിന് ശക്തമായ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സൗദി അറേബ്യ, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഒമാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ കുവൈറ്റിൻ്റെ പരമാധികാരത്തെ പിന്തുണച്ച് പ്രസ്താവനകൾ ഇറക്കിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് സൗദി അറേബ്യ ഇതിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇറാഖിൻ്റെ പുതിയ ഭൂപടം സൗദി കുവൈറ്റ് സംയുക്ത വിഭജിത മേഖലയിലെ ജലാതിർത്തികളിലേക്കും കയ്യേറ്റം നടത്തുന്നുണ്ടെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. 1982 ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ കൺവെൻഷൻ അനുസരിച്ചുള്ള കരാറുകൾ ലംഘിക്കപ്പെടുന്നത് മേഖലയിലെ എണ്ണ ഉൽപ്പാദനത്തെയും സാമ്പത്തിക സ്ഥിതിയെയും ബാധിക്കുമെന്ന് അയൽരാജ്യങ്ങൾ ഭയപ്പെടുന്നു. ഇറാഖിൻ്റെ ഭാഗത്തു നിന്നും ന്യായീകരണങ്ങൾ കുറവല്ല. കുവൈറ്റ് തങ്ങളുമായി കൂടിയാലോചിക്കാതെ 2014 ഐക്യരാഷ്ട്രസഭയ്ക്ക് ഭൂപടങ്ങൾ സമർപ്പിച്ചു എന്നതാണ് ഇറാഖിൻ്റെ പ്രധാന പരാതി. കൂടാതെ ഫിഷ്ത് അൽ ഐസ് പോലെയുള്ള ആഴം കുറഞ്ഞ പ്രദേശങ്ങളിൽ കുവൈറ്റ് കൃത്രിമമായ നിർമ്മാണങ്ങൾ നടത്തി ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇറാഖ് ആരോപിക്കുന്നു. തങ്ങളുടെ സമുദ്രാവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ഇറാഖിൻ്റെ സാമ്പത്തിക ഭാവിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണെന്ന് ഇറാഖ് വിദേശകാര്യമന്ത്രി ഫുവാദ് ഹുസൈൻ വ്യക്തമാക്കുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി മാത്രമേ തങ്ങൾ പ്രവർത്തിക്കൂ എന്ന് ഇറാഖ് പറയുമ്പോഴും നിലവിലുള്ള കരാറുകൾ റദ്ദാക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. മേഖലയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു പുതിയ അതിർത്തി തർക്കം സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഈ സംഘർഷം കേവലം ഭൂമിശാസ്ത്രപരമായ ഒന്നല്ല, മറിച്ച് സാമ്പത്തികവും രാഷ്ട്രീയവുമായ വലിയ ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. പെർഷ്യൻ ഗൾഫിലെ എണ്ണപ്പാടങ്ങളുടെ നിയന്ത്രണവും സുരക്ഷിതമായ കപ്പൽ ചാലുകളും ഏതൊരു രാജ്യത്തിൻ്റെയും നട്ടെല്ലാണ്. ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ വലിയ തുറമുഖ പദ്ധതിയായ അൽ
ഫാവ് തുറമുഖത്തിൻ്റെ വിജയം ഈ സമുദ്രാതിർത്തികളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കുവൈറ്റ് ആകട്ടെ തങ്ങളുടെ ചെറിയ ഭൂപ്രദേശത്തിൻ്റെ സുരക്ഷയിൽ അതീവ ജാഗ്രതയുള്ളവരാണ്. അയൽരാജ്യമായ ഇറാഖിൽ നിന്നും മുൻപുള്ള അധിനിവേശം അവരുടെ മനസ്സിനെ ഇപ്പോഴും ഭയപ്പെടുത്തുന്നു. ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കുന്നതിൽ വീഴ്ചയുണ്ടായാൽ അത് മിഡിൽ ഈസ്റ്റിൽ വീണ്ടും അസ്ഥിരതയ്ക്ക് കാരണമാകും. യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നത് ചരിത്രം പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. ഇറാഖും കുവൈറ്റും തമ്മിലുള്ള ഈ സമുദ്രാതിർത്തി തർക്കം പരിഹരിക്കാൻ ഏറ്റവും നല്ല മാർഗം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ചർച്ചകളാണ്. 1990കളിലെ പോലെയുള്ള ഒരു സൈനിക നീക്കം ഇന്നത്തെ ലോകക്രമത്തിൽ ചിന്തിക്കാൻ പോലും സാധിക്കില്ല. എന്നാൽ നയതന്ത്രപരമായ വടംവലികൾ നീണ്ടുപോകുന്നത് മേഖലയിലെ നിക്ഷേപങ്ങളെയും സമാധാനത്തെയും ബാധിക്കും. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലിലൂടെയും ഇരു രാജ്യങ്ങളുടെയും വിട്ടുവീഴ്ച മനോഭാവത്തിലൂടെയും മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയൂ. പഴയ മുറിവുകൾ വെച്ചുണങ്ങാൻ അനുവദിക്കാതെ പുതിയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നത് ഗൾഫ് മേഖലയെ ദശാബ്ദങ്ങൾ പിന്നോട്ടടിക്കും. ലോകം ഉറ്റുനോക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ ഈ രണ്ട് സഹോദര രാജ്യങ്ങൾ എങ്ങനെ വിവേകപൂർവ്വം ഈ പ്രതിസന്ധിയെ മറികടക്കും എന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.